പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ RDS പ്രോജക്റ്റിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. RDS പ്രോജക്റ്റ് നൽകിയ അപ്പീൽ അനുവദിച്ചാണ് ഉത്തരവ്. PWD മാനുവൽ അനുസരിച്ച് കമ്പനിയെ 5 വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയത് നിലനിൽക്കില്ല എന്ന് കാണിച്ചാണ് കോടതി നടപടി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ RDS പ്രോജക്റ്റിന്റെ ഗുരുതരമായ വീഴ്ചയായിരുന്നു, അതിന്റെ ഭാഗമായാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഇപ്പോൾ അത് നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നത് എന്തുകൊണ്ട്? സർക്കാരിന് സാധിച്ചില്ല, അത് തന്നെയാണ് കാരണം. ഈ പാലാരിവട്ടം കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ വിവാദമുണ്ടാവുകയും സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായി മാറുകയും ചെയ്ത സംഭവമാണ്. അതിൽ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ് ഈ RDS പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആ കമ്പനിക്കെതിരെ കൃത്യമായ കാര്യങ്ങൾ കോടതി മുൻപാകെ അവതരിപ്പിക്കാനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനും സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തിരിച്ചടി കൊണ്ട് അർത്ഥമാക്കേണ്ടത്. പാലാരിവട്ടം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് RDS പ്രോജക്റ്റിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ A ക്ലാസ് ലൈസൻസ് റദ്ദാക്കിയ നടപടി നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. PWD മാനുവൽ അനുസരിച്ച് കമ്പനിയെ 5 വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. RDS പ്രോജക്ട്സ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിച്ചാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാലവും ഓർമ്മയിൽ നിൽക്കുന്ന പേരാണ് RDS പ്രോജക്ട്സ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.